പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാനായി ലോകമെമ്പാടുമുള്ള കർദിനാൾമാർ വത്തിക്കാനിൽ ഇപ്പോൾ എത്തുവാൻ തുടങ്ങിയിരിക്കുകയാണ്. 132 കർദിനാൾമാരാണ് പ്രധാനമായിട്ടും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. 80 വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാർക്കായിരിക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം കൂടുതലും നിലനിൽക്കുന്നത്. നാളെയാണ് കോൺക്ലേവ് പ്രധാനമായിട്ടും ആരംഭിക്കുന്നത്. പക്ഷെ പുതിയ പോപ്പിനെ എന്ന് തിരഞ്ഞെടുക്കുമെന്ന കാര്യം യഥാർത്ഥത്തിൽ പ്രവചനങ്ങൾക്കപ്പുറമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിലനിൽക്കുന്നത്. കൂടാതെ കോൺക്ലേവിൽ പങ്കെടുക്കാനെത്തുന്ന കർദിനാൾമാർ ഇന്ന് തന്നെ അതിനായി ഒരുക്കിയിട്ടുള്ള സ്ഥലത്തായിരിക്കും കൂടുതലും താമസിക്കുന്നത്. വത്തിക്കാനിലെ സാന്താ മാൾട്ട ഗസ്റ്റ് ഹൗസിലാണ് കൂടുതലും കർദിനാൾമാർ താമസിക്കുന്നത്. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഈ സജ്ജീകരണങ്ങളെല്ലാം ഈ ഗസ്റ്റ് ഹൗസിൽ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല എല്ലാ കർദിനാൾമാർക്കും കൂടി താമസിക്കാനുള്ള മുറികളുടെ എണ്ണം പൊതുവെ വളരെ കുറവുമായിരിക്കും. മാത്രമല്ല ഇവിടെ സുരക്ഷ എന്നത് വളരെ കർശനമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇന്നലെ വോട്ടവകാശമുള്ള 132 പേർ ഉൾപ്പെടെയുള്ളവർ 170 കർദിനാൾമാർ വത്തിക്കാൻ ചേർന്ന ജനറൽ കോൺഗ്രിഗേഷനിൽ പങ്കെടുക്കുകയും ചെയ്തു. കോൺക്ലേവിന് മുന്നോടിയായിട്ടുള്ള ഉന്നതതല യോഗം കൂടിയാണിത്. മാത്രമല്ല കോൺക്ലേവിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വത്തിക്കാനിലെ 100ഓളം ജീവനക്കാർ പോളിൻ ചാപ്പലിൽ രഹസ്യ സത്യപ്രതിജ്ഞയും ചെയ്യുകയുണ്ടായി. പോപ്പിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവരങ്ങളും പുറത്തുവിടുകയില്ല എന്ന കാര്യമാണ് ഇവർ ഇതിലൂടെ നൽകിയ പ്രധാന ഉറപ്പെന്നത്. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാരും നാളെ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു രഹസ്യങ്ങളും പുറത്തുവിടില്ലെന്ന് സത്യം ചെയ്യേണ്ടതും ആവശ്യമാണ്. കർദിനാൾമാർ അവരുടെ മൊബൈൽ ഫോണുകൾ കോൺക്ലേവിന് മുമ്പിൽ തന്നെ വത്തിക്കാൻ അധികൃതർക്ക് കൈമാറണമെന്ന നടപടിയും നിലനിൽക്കുന്നുണ്ട്. പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും മൊബൈൽ ഫോണുകൾ തിരികെ നൽകുന്നത്. സിസ്റ്റൈൻ ചാപ്പലിന് അതിനു ചുറ്റുമുള്ള വീടുകൾക്കും ചുറ്റും ജാമറുകൾ സ്ഥാപിക്കുന്നതായിരിക്കും. ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും ചോർത്തിയെടുക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന കാര്യം ഉറപ്പാക്കുവാൻ കൂടിയാണ് ഈ നടപടി പ്രധാനമായിട്ടും നടപ്പിലാക്കുന്നത്. വത്തിക്കാനിൽ പോപ്പിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം പുറത്തു പോകാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. കോൺക്ലേവിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കൂടുതലും നിലനിൽക്കുന്നത്. ചിലത് ഒരു ദിവസമായിരിക്കും കൂടുതലും നീണ്ടു നിൽക്കുക, മറ്റു ചിലത് ചിലപ്പോൾ ആഴ്ചകളോളമായിരിക്കും നീണ്ടു നിൽക്കുന്നത്. സീസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയരുമ്പോഴായിരിക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതായി ലോകം കൂടുതലും അറിയുവാൻ പോകുന്നത്. 5 ഭൂഖണ്ഡങ്ങളിലായി 70 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ കോൺക്ലേവിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത്. പുതിയ മാർപ്പാപ്പ ആരായിരിക്കും എന്നതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങളും ഇപ്പോൾ കാര്യമായി തന്നെ ഉയരുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പ് ആയതുപോലെ ഏതെങ്കിലും ഏഷ്യക്കാരനാണോ അതോ ആഫ്രിക്കക്കാരനാണോ ആ പദവിയിലേക്ക് എത്തുമോ എന്ന സംശയവും അതുപോലെ ആകാംക്ഷയുമാണ് ആളുകൾക്കിടയിൽ കൂടുതലും ഇപ്പോൾ നിലനിൽക്കുന്നത്. അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമി ആരാകുമെന്ന ആകാംക്ഷയിലാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഉള്ളത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ കൂടിയാണ് പോപ്പ് ഫ്രാൻസിസ് എന്നതും. അദ്ദേഹത്തിന്റെ കാലഘട്ടം യഥാർത്ഥത്തിൽ ആഗോള കത്തോലിക്ക സഭയുടെ പരിവർത്തനത്തിന്റെ ഒരു ചരിത്രകാലം തന്നെയായിരുന്നു. കൂടാതെ സഭാ നേതൃത്വം പതിറ്റാണ്ടുകളായി നിലപാടെടുക്കാൻ മടിച്ചു നിന്ന പല വിഷയങ്ങളിലും വ്യക്തമായ നിലപാടുകൾ അദ്ദേഹം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എതിർപ്പുകൾ തരണം ചെയ്തുകൊണ്ട് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഫ്രാൻസിസ് പാപ്പായ്ക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തീരുമാനിക്കുമ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്വാധീനം വളരെ വലുതായിട്ടായിരിക്കും അവിടെ നിലനിൽക്കുക. പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് എന്നത് സഭയുടെ പരമാധ്യക്ഷനെ തീരുമാനിക്കുന്ന ചടങ്ങ് മാത്രമായിരിക്കില്ല, മറിച്ച് 137 കോടി അംഗങ്ങളുള്ള ആഗോള കത്തോലിക്ക സഭ യാഥാസ്ഥിതിക മാർഗത്തിലാണോ അതോ പരിവർത്തനത്തിന്റെ വഴിയിലാണോ മുന്നോട്ട് നയിക്കപ്പെടുക എന്ന നിലപാട് യഥാർത്ഥത്തിൽ ഒരു പ്രഖ്യാപനം കൂടിയായിരിക്കും. സഭയുടെ സുതാര്യതയും വിശ്വാസികളുമായുള്ള ബന്ധത്തിന്റെ രീതിയും എല്ലാം ഈ നിർണയം വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. അധികാര വികേന്ദ്രീകരണം ഉൾപ്പെടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പാക്കിയ പരിഷ്കാരങ്ങളുടെ നിലനിൽപ്പും അതുപോലെ പുതിയ മാർപ്പാപ്പയുടെ നിലപാടുകളെ ആശ്രയിച്ചായിരിക്കും കൂടുതലും നിലനിൽക്കുന്നത്. മാർപ്പാപ്പ കാലം ചെയ്ത് 15 മുതൽ 20 ദിവസത്തിനിടെയായിരുന്നു സാധാരണയായി പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടുതലും ആരംഭിക്കുന്നതും. അന്ത്യശുശ്രൂഷകൾ യഥാവിധി പൂർത്തിയാക്കാനും 9 ദിവസത്തെ ദുഃഖാചരണ ചടങ്ങുകൾ നടത്താനും ലോകമെമ്പാടുമുള്ള കർദിനാൾമാർക്ക് വത്തിക്കാനിലെത്താനും വേണ്ട സമയം നൽകുന്നതിനാണ് ഇത് കൂടുതലും ഉള്ളത്. ലോകമെങ്ങുമുള്ള കർദിനാൾമാരെ വത്തിക്കാനിലേക്ക് വിളിപ്പിക്കുന്നതിനെ തുടർന്ന് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങളാണ് കൂടുതലും ആരംഭിക്കാൻ പോകുന്നത്. പാപ്പൽ കോൺക്ലേവ് എന്നാണ് ഈ സമ്മേളനത്തിന്റെ പേര്. 69 രാജ്യങ്ങളായി 200-ലേറെ കർദിനാൾമാർ ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ 120 പേർക്കാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ട് കൂടുതലും ഉള്ളത്. 1975 കൊണ്ടുവന്ന ചട്ടം അനുസരിച്ച് 80 വയസ്സ് കഴിഞ്ഞ കർദിനാൾമാർക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ 120 പേരിലേക്ക് പട്ടിക ചുരുങ്ങുകയും ചെയ്യും. പാപ്പൽ കോൺക്ലേവ് പ്രഖ്യാപിച്ച
പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കർദിനാൾമാർ പുറത്ത് ആരുമായി ബന്ധപ്പെടാനും കഴിയുന്നതായിരിക്കില്ല. സിസ്റ്റൈൽ ചാപ്പലിലാണ് വോട്ടെടുപ്പ് കൂടുതലും നടക്കുന്നത്. എത്ര ദിവസം നീണ്ടു നിന്നാൽ പോലും കോൺക്ലേവ് പങ്കെടുക്കുന്ന ആർക്കും തന്നെ പുറത്തു പോകാനുള്ള അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. മാത്രമല്ല, സമവായം അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കും. ജയിക്കാൻ 2/3 ഭൂരിപക്ഷം ആവശ്യമായിരിക്കും. അത് ലഭിക്കും വരെ വോട്ടെടുപ്പ് തുടരുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല, ഒരു റൗണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാക്കുമ്പോൾ സമവായമായില്ലെങ്കിൽ ആ ബാലറ്റുകൾ കത്തിക്കുകയും ചെയ്യും. കൂടാതെ സിസ്റ്റൽ ചാപ്പലിന് മുകളിലുള്ള ചിമ്മിനിയുടെ കറുത്ത പുക പുറത്തു വരികയും ചെയ്യുന്നതായിരിക്കും. ടെലിവിഷനിലും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നും തെരഞ്ഞെടുപ്പ് വീക്ഷിക്കുന്നവർക്കുള്ള സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്.